ഹായ് വ്യൂവേഴ്സ്, നിങ്ങളെല്ലാവരും എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചതിൽ നന്ദി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുവാൻ പോകുന്ന വിഭവത്തിൻ്റെ പേര് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുവാൻ പോകുന്നത് വെള്ളയപ്പമാണ്. അതിൻ്റെ ബേസ് മാവ് ഉണ്ടാക്കുന്ന വിധം കഴിഞ്ഞ വീഡിയോയിൽ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുവാൻ തുടങ്ങണം. ഇത് വളരെ എളുപ്പമാണ്, വളരെ രുചിയുള്ളതും മൃദുലവും ആരോഗ്യത്തിന് നല്ലതുമാണ്. ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പാലപ്പത്തിൻ്റെ ബാക്കി വന്ന മാവ് ഏകദേശം 1.5 ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ വെച്ചപ്പോൾ അതിൻ്റെ ബേസ് മാവ് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണിത്. ഇനി വേണ്ടത് അരിപ്പൊടി 1/2 കപ്പ്, റവ 1/4 കപ്പ്, ഉണക്കത്തേങ്ങാപ്പൊടി 1/4 കപ്പ്, പച്ചത്തേങ്ങ തിരുവിയത് 1/4 കപ്പ്, വെളുത്തുള്ളി 2 അല്ലി, ചുവന്നുള്ളി 3 അല്ലി, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ ആവശ്യത്തിന് മാവ് അയഞ്ഞു വരുന്നതിന്, 1/4 ടീസ്പൂൺ ജീരകം, ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂണാണ്. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി, റവ, തേങ്ങ എല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കത്തേങ്ങയാണ് ഞാൻ ഈ പൊടിയുടെ കൂടെ ചേർക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഉണക്കത്തേങ്ങ കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചത്തേങ്ങ കൂടെ ചേർക്കാവുന്നതാണ്. പച്ചത്തേങ്ങ വേറെ മാറ്റി അരയ്ക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഞാൻ ഈ പൊടികളെല്ലാം വെള്ളയപ്പത്തിൻ്റെ മാവിൽ ചേർക്കുന്നതെന്ന്. എനിക്ക് ബേസ് മാവ് കുറച്ച് മാവേ ഉള്ളൂ വെള്ളയപ്പം ഉണ്ടാക്കാൻ. ആ മാവൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പൊടികളെല്ലാം ചേർത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളയപ്പത്തിന് കുറച്ചുകൂടി രുചി കൂട്ടാൻ വേണ്ടി എൻ്റെ ഒരു ടിപ്പ് ഇതാണ്. ഞാൻ ചുവന്നുള്ളി, വെളുത്തുള്ളി, തേങ്ങ, ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കും പേസ്റ്റ് രൂപത്തിൽ. ഇതിനു വേണ്ടി നിങ്ങൾക്ക് വെള്ളമോ തേങ്ങാപ്പാലോ എന്ത് വേണേലും കുറച്ച് ചേർത്ത് അരയ്ക്കാം. കുറച്ചേ ചേർക്കാവുള്ളൂ, നല്ല പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടണം. ഇത് ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ തേങ്ങാപ്പാലുള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരയ്ക്കുന്നത്. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാവിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി എടുക്കുകയാണ്. തേങ്ങ ഇപ്പോൾ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഏകദേശം 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ അരച്ച ആ മിശ്രിതം കൂടെ കട്ട കെട്ടാതെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ അല്പം വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്ത് ഒന്ന് ചെറുതായി അയക്കാവുന്നതാണ് ആ പൊടി. ഞാൻ ഇളക്കുകയാണ്. കട്ടയെല്ലാം ഉടഞ്ഞ് നന്നായി മിക്സ് ചെയ്യുന്നതിനും വരെ ഇളക്കി കൊടുക്കാം. വെള്ളയപ്പത്തിൻ്റെ മാവ് അല്പം കുറുകിയിരിക്കണം, ഏകദേശം ഇഡ്ഡലി മാവിൻ്റെ രൂപത്തിൽ കുറുകിയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ മിശ്രിതത്തിൽ അധികം വെള്ളം ചേർക്കുന്നില്ല. എല്ലാം ഒന്ന് നനഞ്ഞ് നല്ല തിക്കായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇതിരിക്കുകയാണ്. ഇതിനി നമ്മുടെ ബേസ് മാവിലോട്ട് ഞാൻ ചേർക്കാൻ പോവുകയാണ്. ആ ബേസ് മാവിൽ ചേർത്തതിന് ശേഷം വെള്ളം വേണോ എന്ന് നോക്കിയിട്ട് വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്ത് മാവ് ഇഡ്ഡലി മാവിൻ്റെ അയവിൽ അയച്ചെടുക്കണം. ഈ മിശ്രിതം ചേർത്തപ്പോൾ മാവ് അല്പം കുറുകിപ്പോയി. ഇത്രയും കുറുക്കം വേണ്ട മാവിന്. അപ്പം ഞാൻ അല്പം കൂടി വെള്ളം ചേർക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ കൂടെ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചുകൂടി രുചിയുണ്ടാകും. നന്നായി ഇളക്കി നല്ല കട്ടയെല്ലാം പോയി ഈ പരുവത്തിൽ വേണം മാവിരിക്കാൻ. ഇത് ഏകദേശം ഇഡ്ഡലി മാവിൻ്റെ പരുവമാണ്. ഇനി ഞാനിത് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കാൻ പോവുകയാണ്. ഈ മാവ് പുളിച്ച് പൊങ്ങി വരുന്നിടം വരെ ഞാനൊരു 2 മണിക്കൂർ മൂടി വെക്കും. മാവ് നന്നായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ മാവ് നന്നായി ഇളക്കണം. ചില സ്ഥലങ്ങളിൽ 2 മണിക്കൂർ ആവശ്യമില്ല, നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അധികം ചൂടില്ല, അതുകൊണ്ട് 2 മണിക്കൂർ എടുത്തത്. ചിലപ്പോൾ 1 മണിക്കൂറിനകം തന്നെ പൊളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഇനി തീരെ തണുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ 2 മണിക്കൂറിലധികം വേണ്ടി വരും ഈ മാവ് പൊളിച്ചു പോകാൻ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി അപ്പം ചുട്ട് തുടങ്ങാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് അപ്പം ചുടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കല്ലിൽ കൂടെ അപ്പം ചുടാവുന്ന, ദോശക്കല്ലിൽ കൂടെ അപ്പം ചുടാവുന്നതാണ്. ഈ മാവ് ഒഴിച്ചതിന് ശേഷം അധികം ഇത് പരത്തരുത്, ദോശ ചുടുന്നത് പോലെ. അതിനുശേഷം ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചിട്ട്
മുകൾ വശമെല്ലാം മാവൊന്ന് വെള്ളം പറ്റിയതിന് ശേഷം വേണം മറിച്ചിടാൻ. വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കാൻ. തീ അധികമാണെങ്കിൽ അപ്പത്തിൻ്റെ കളറ് ബ്രൗൺ ആയി പോകും. ഞാനിവിടെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ കളറ് ഫസ്റ്റ് വണ് ബ്രൗൺ കളറായി. കാരണം ഞാൻ ആദ്യമേ കല്ല് നന്നായി ചൂടായിരുന്നു. ഇങ്ങനെ ബാക്കി വന്ന മാവെല്ലാം നമുക്ക് ഒന്നൊന്നായി അപ്പം ചുട്ടെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പം വളരെ സോഫ്റ്റാണ്, എന്നാൽ വളരെ രുചിയുമാണ്, എന്നാൽ ഹെൽത്തിയുമാണ്, വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത വീഡിയോയിൽ ഈ ബേസ് മാവ് വെച്ച് എങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കാം. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ എൻ്റെ വീഡിയോകൾ കിട്ടേണ്ടതിന് നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.